ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് 2 ദിവസത്തെ കുക്കിംഗ് വ്ളോഗുമായിട്ടാണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ്. അപ്പോൾ അതാ രാവിലെ തന്നെ ഞാൻ തീ കൂട്ടിയിട്ടുണ്ട്, ചോറിന് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എരുന്ത് കിട്ടി കേട്ടോ. അപ്പോൾ എരുന്ത് ഞാൻ തോലുള്ളതും തോലില്ലാത്തതും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ കഴുകാൻ വേണ്ടി 2 വട്ടപാത്രത്തിലാക്കിയിട്ട് അവിടെ വെച്ചാണ് കേട്ടോ. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളൊക്കെ വാങ്ങി വെക്കുകയാണെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ. നമുക്ക് ഇങ്ങനത്തെ ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാനിതാ ചോറ് വെന്ത ശേഷം പിന്നെ നമ്മളെ തോലുള്ള എരുന്തുണ്ടല്ലോ അതിന് വേണ്ടിയിട്ടുള്ള മസാല ആണ് കേട്ടോ അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ വെള്ളം പോലൊക്കെ തോന്നും കേട്ടോ. അപ്പോൾ മസാല ഒന്ന് തിക്കായി വന്നിട്ട് എരുന്തിട്ട് കൊടുത്തിട്ട് തേങ്ങയും കൂടെ അരച്ചൊഴിച്ചാൽ സൂപ്പർ കറിയാണ്. പിന്നെ ഇവിടെ മക്കൾക്കൊക്കെ അത് മതി കേട്ടോ. വേറൊന്നുമില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇനി ഇതുവാണെങ്കിലും തന്നെ ഇത് ഞാൻ വിചാരിച്ചത് ഓനങ്ങനെ കഴിക്കാൻ പറ്റൂല എന്നാട്ടോ. പക്ഷേ ഓനങ്ങനെ തോലോടുകൂടി തന്നെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഈമ്പി കഴിച്ചതിന് ശേഷം തോല അങ്ങോട്ട് വെച്ച് വലിയവരമാതിരി തന്നെ കഴിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ രാത്രി ഞാൻ മാറ്റി വെക്കുക കേട്ടോ ചെയ്ത്. ഈ പാത്രം കാണുമ്പോൾ എടുത്തു കൊടുക്കാൻ വേണ്ടി പറയുക. ഫുള്ളായിട്ട് ഓൻ തന്നെ കഴിച്ച് തീർത്താൽ പറ്റൂലല്ലോ. പിന്നെ അതാ കറിയിലേക്ക് ഞാൻ എരുന്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് അത്യാവശ്യം ഒന്ന് തുള്ളി വരട്ടെ കേട്ടോ. അപ്പം തന്നെ അതൊക്കെ ഒന്ന് തുറന്ന് വരിക. പിന്നെ എരുന്തിലേക്കുള്ള മസാലയും കൂടെ ഞാൻ റെഡിയാക്കുന്നുണ്ട്. മസാല ഒരു പിടിക്കാത്ത മാതിരി കേട്ടോ മസാല പരത്തിയാൽ ഉണ്ടാവുക. പക്ഷേ ഫ്രൈ ആയി വരുമ്പോൾ നല്ലപോലെ റെഡി ആയിട്ടുണ്ടാവും. ഇതൊന്നും നിധുവിന് അത്ര ഇഷ്ടമല്ല കേട്ടോ. അല്ലാത്തവർക്കൊക്കെ നല്ല ഇഷ്ടമാണ്. ഓന് അധിക ഭക്ഷണം അങ്ങനെ കഴിക്കാൻ കൂട്ടാക്കൂലേ. ഓന് ഇഷ്ടമുള്ളതാണെങ്കിൽ കുറച്ചൊക്കെ ഫ്രൂട്ട്സോ അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ കുറച്ചൊക്കെ കഴിക്കുകയും ചെയ്യും. അപ്പോൾ അതാ ഞാൻ ഒന്ന് പൊരിയാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് തന്നെ കഴിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലേ. അപ്പം ഞാൻ ലാസ്റ്റ് എന്ത് ചെയ്യും, ഒരു ഉള്ളി എങ്ങാനും എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ആ എണ്ണയെ തന്നെ ഒന്ന് വഴറ്റിയിട്ട് എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത എരുന്തും കൂടെ അതിലേക്ക് ഇട്ടിട്ട് അപ്പോൾ ഉള്ളിൻ്റെ ഒരു ചെറിയ കടിയും കൂടെ ഒക്കെ വരുന്നേരം നല്ല ടേസ്റ്റുമാണ്. നമുക്ക് ആ ഒരു സംഭവം ഒന്നും കൂടെ ഒരു ക്വാണ്ടിറ്റി കൂടിയ മാതിരി തോന്നുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതാ കണ്ടോ, പൊരിച്ചത് മാത്രം ആകുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് പിടിക്കാനില്ലാത്ത മാതിരിയാണ്. ഇതും കൂടെ ആകുമ്പോൾ ഒന്നുകൂടെ ഹെവി ആവും കേട്ടോ സംഭവം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ കാര്യം നോക്കുകയേ വേണ്ട കേട്ടോ. അപ്പോൾ ഞായറാഴ്ച ആണ്. അപ്പോൾ നമ്മൾ ഭക്ഷണം അവിടെ ഉണ്ടാക്കി വെച്ചാൽ മക്കൾ വേണ്ടി പോകണം അങ്ങ് കഴിച്ചോളൂ കേട്ടോ. അങ്ങനത്തെ ദിവസമാകുമ്പോൾ നമുക്ക് സമാധാനമാണ്. പിന്നെ ഞാനിതാ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇടുകയാണ്. അടുപ്പും തണൊക്കെ ഒന്ന് കഴുകി തുടച്ചിടുകയാണ് കേട്ടോ. അപ്പോൾ നിധുവിൻ്റെ ഒരു ചെറിയ ബനിയനോണ്ടാണ് കേട്ടോ തുടയ്ക്കുന്നത്. അവൻ്റെ ചെറുതായി പോയ ബനിയനാണ്. അപ്പോൾ അതിനോട് തുടയ്ക്കാനൊക്കെ നല്ലൊരു സുഖമാണല്ലോ. പിന്നെ ഇതാ ഇവിടെയൊക്കെ ഞാൻ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ്. പിന്നെ ഇപ്പം നോമ്പൊക്കെ ആവാനായല്ലോ. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇപ്പം നോമ്പിൻ്റെ ഒക്കെ നനച്ചുളിയും പണികളൊക്കെ തുടങ്ങാനാവുക അല്ലേ. പിന്നെ അത് പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ. അപ്പം കുറച്ച് പൂള കിട്ടിയിട്ടുണ്ടായിന്. അപ്പം കുറച്ച് പത്തിരിയാണ് ചുട്ടിട്ടുള്ളത്. അപ്പം മക്കളൊക്കെ വീട്ടിലുള്ള ദിവസമാണ്. 2-3 ദിവസം അവധി ആയിനല്ലോ സ്കൂളിലും മദ്രസിനും ഒക്കെ. അപ്പോൾ തലേന്നതാ എരുന്ത് കറി ബാക്കിയുള്ളത് ഞാൻ ഡവറയിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലെ പത്തിരിക്ക് ചെറുപയർ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ പതിവ് പോലെ തന്നെ തീ കൂട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ അധിക ദിവസവും തീ കൂട്ടലുണ്ട് കേട്ടോ. അപ്പോൾ ഗ്യാസിനൊക്കെ ഭയങ്കര വിലയാണല്ലോ. അപ്പോൾ കഴിയുന്നതും കുറച്ചും കൂടെ നീളം കിട്ടുകയാണെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇൻഡക്ഷനിലും ചെയ്യും. കറണ്ട് ബില്ലാണെങ്കിലും 2000 ഒക്കെ ആണല്ലോ വരുന്നത് ഇപ്പോൾ അധികവും. നമ്മൾ എങ്ങനെ കുറച്ച് ഉപയോഗിച്ചാലും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ മാക്സിമം ശ്രദ്ധിച്ചാലൊന്ന് കുറയ്ക്കാൻ പറ്റുമല്ലോ. റിച്ച് ഇത് അതിൻ്റെ ഇടയിൽ കർമൂസ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ദിവസം കൊണ്ട് തന്നെ ആവും കേട്ടോ. കർമൂസ ഉപ്പിലിട്ടാൽ നല്ല ടേസ്റ്റുമാണ്. പിന്നെ മാന്ത ഇനി മീൻ കിട്ടിയിട്ടുണ്ടായിനി. അത് ഞാൻ പൊരിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. പിന്നെ വൈകുന്നേരത്തേക്ക് ഞാനിതാ കുറച്ച് പൊക്കുവട ഉണ്ടാക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ കുറച്ച് അധികം തന്നെ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നല്ലപോലെ പച്ചമുളകും എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കുറച്ച് ഇഞ്ചിയും ഉണ്ട് കേട്ടോ. പിന്നെ കടലപ്പൊടി മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാല ബിരിയാണി മസാല അങ്ങനെ എന്തെങ്കിലും പൊടികൾ ഒരു നുള്ള് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഞാൻ ഒരു നുള്ള് അപ്പക്കാരം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. എന്നിട്ട് വെള്ളവും ഉപയോഗിച്ചിട്ട് ഒരാവശ്യത്തിനൊന്ന് കുഴച്ചെടുക്കുകയാണ്. എന്നിട്ട് ഇതാ ഇരുമ്പിൻ്റെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതാ പൊരിച്ചെടുക്കുന്നതിനനുസരിച്ച് തന്നെ ഓരോരുത്തർ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് എടുക്കണം അങ്ങനെ എടുക്കണ്ടെന്നറിയലാണ്. ഒന്ന് ടേസ്റ്റ് നോക്കാൻ കൊടുക്കുക എന്നല്ലാതെ അത് ആർക്കും ഒരു എണ്ണത്തിലുണ്ടാവില്ല. അപ്പോൾ ഞാൻ ഓരോ പ്ലേറ്റ് വെച്ചിട്ടൊക്കെ ഓരോരുത്തർക്ക് അങ്ങ് കൊടുത്തു കേട്ടോ. വൈകുന്നേരത്തെ ചായ അങ്ങനെ കുടിച്ച് പിന്നെ അതാ അടുത്ത വീട്ടിൽ നിന്ന് ഒരു വാവൻ്റെ പല്ലടായിട്ട് അട കൊണ്ടുവന്നിട്ടുണ്ടായിനി. അതും കൂടെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വരാം.